നമസ്കാരം. T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കുള്ള പോരാട്ടം ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. കാരണം IPLന്റെ ഈ സീസണിലെ മുഴുവൻ മത്സരങ്ങൾ വിലയിരുത്തിയാകില്ല ടൂർണമെന്റിനായി ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ തിരഞ്ഞെടുക്കുക. ഈ മാസം അവസാനം വരെയുള്ള പ്രകടനം മാത്രമേ ലോകകപ്പ് സെലക്ഷന് പരിഗണിക്കുകയുള്ളൂ. അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു IPL ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് വിക്കറ്റ് കീപ്പർ പാഡണയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമാണ്. നമുക്കറിയാം, ഈ ഒരു സ്ഥാനത്തേക്ക് ഋഷഭ് പന്തിൻ്റെയും സഞ്ജുവിൻ്റെയും KL രാഹുലിൻ്റെയും പേരിലാണ് ഇപ്പോൾ മത്സര രംഗത്ത് ഉള്ളത്. ഇവരിൽ ആര് ലോകകപ്പ് ടീമിൽ ഉൾപ്പെടും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മെയ് 1 ലോകകപ്പ് സംഘത്തെ ഇന്ത്യ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഋഷഭ് പന്താണ് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന താരമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഋഷഭിനേക്കാൾ കുറച്ചുകൂടി നന്നായി ഇപ്പോൾ പ്രകടനം കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് സഞ്ജു സാംസൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് നറുക്ക് വീണാലും അത്ഭുതമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഋഷഭ് പന്ത് ഇപ്പോൾ തനിക്ക് പറ്റിയ കാർ അപകടത്തിന് ശേഷം ഈ IPLിലൂടെയാണ് തിരിച്ചു വന്നത്. ഋഷഭിന്റെ ഫിറ്റ്നസിനെ കുറിച്ച് ആശങ്കകൾ ഇപ്പോഴും BCCIക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഋഷഭിനെ എടുക്കുന്നതിന് മുൻപ് തന്നെ കുറച്ചുകൂടി രണ്ടാമതൊന്നും ആലോചിക്കാതെ ഋഷഭിനെ എടുക്കില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. ഇതിനിടെ ഋഷഭല്ല ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് ആക്കേണ്ടത് മലയാളി താരവും രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനുമായ സഞ്ജു സാംസൺ ആയിരിക്കണമെന്നാണ് ടീമിൻ്റെ മുതിർന്ന താരങ്ങൾ, അതായത് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട മുതിർന്ന താരങ്ങളും നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. സഞ്ജുവിൻ്റെ പ്രകടനം വിലയിരുത്തിയാണ് അവർ ഇക്കാര്യം ചൂണ്ടിക്കാണുന്നത്. നേരത്തെ പോലെയല്ല, സഞ്ജുവിൻ്റെ ശൈലിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, കീപ്പിങ്ങിലെ ശൈലി എല്ലാം തന്നെ വേറിട്ട് നിൽക്കുന്നുണ്ട് എന്നെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സഞ്ജുവിനെ അനുകൂലിക്കുന്നവർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനിടെയാണ് മുൻ ഇന്ത്യൻ താരവും ഇപ്പോൾ കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ജരേക്കർ സഞ്ജുവിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ലോകകപ്പ് ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് പോസ്റ്റുമായി സംസാരിക്കവെയാണ് അദ്ദേഹം സഞ്ജുവിനെ പിന്തുണച്ചിരിക്കുന്നത്. ഒരു ബാറ്റർ എന്ന നിലയിൽ സഞ്ജു സാംസൺ ഏറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മഞ്ജരേക്കറുടെ നിരീക്ഷണം. സഞ്ജു ഇപ്പോൾ പഴയ സഞ്ജുവല്ല. ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹം കൂടുതൽ പക്വത നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ബാറ്റിങ്ങിൽ കൂടുതൽ സ്ഥിരതയും പുലർത്തുന്നുണ്ട്. ലോകകപ്പിനുള്ള ഇന്ത്യയുടെ T20 ടീമിൽ മികച്ച ഫോമിലുള്ള സഞ്ജുവിനെ ഒരിക്കലും കൈവിട്ട് കളയാൻ പാടില്ല എന്നും മഞ്ജരേക്കർ വിശദമാക്കുന്നുണ്ട്. ഈ IPLിൽ ഏറ്റവും അധികം റൺസ് നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരെ എടുത്താൽ അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ് സഞ്ജു സാംസൺ. കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം തലപ്പത്തായിരുന്നു. എന്നാൽ സഞ്ജുവിനെ ഓവർടേക്ക് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ KL രാഹുൽ ഇപ്പോൾ മുന്നിൽ കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള പോരാട്ടത്തിൽ നേടിയ അഗ്രസീവ് അർദ്ധ സെഞ്ചുറിയാണ് രാഹുലിനെ ഇപ്പോൾ മുന്നിലെത്തിച്ചിരിക്കുന്നത്. ലക്നൗ അനായാസം വിജയിച്ച മത്സരത്തിൽ 53 പന്തിൽ 82 റൺസോടെ രാഹുൽ കത്തിക്കയറിയിരുന്നു. 9 ഫോറുകളും 3 സിക്സറുകളും അടക്കമാണ് ഇത്. 7 മത്സരങ്ങളിൽ നിന്നും 40.85 ശരാശരിയിൽ 286 റൺസാണ് ഇപ്പോൾ രാഹുലിൻ്റെ സമ്പാദ്യം. 250-ലധികം റൺസ് നേടിയ സ്കോറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 143 സ്ട്രൈക്ക് റേറ്റോടെയാണ് ഇത്. അധികം പിറകിലല്ല സഞ്ജുവുമുള്ളത്. രാഹുലുമായി വെറും 10 റൺസിൻ്റെ വ്യത്യാസം മാത്രമേ സഞ്ജുവിന് ഉള്ളൂ. 7 മത്സരങ്ങളിൽ നിന്നും 276 റൺസാണ് സഞ്ജുവിൻ്റെ പക്കൽ ഉള്ളത്. ഏതായാലും അടുത്ത മത്സരത്തിൽ ഇത് ചിലപ്പോൾ രാഹുലിനെ മറികടക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹുലിനേക്കാൾ മുന്നേറി സഞ്ജു എത്തുകയും ചെയ്യും. ശരാശരിയിലും സ്ട്രൈക്ക് റേറ്റിലുമെല്ലാം അദ്ദേഹം രാഹുലിനേക്കാൾ ഏറെ മുകളിലാണ്. 55.20 ശരാശരി, 155.05 സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനുണ്ട്. അതും സെലക്ടർമാർ മറക്കാനിടയില്ല. കൂടാതെ 3 50+ സ്കോറുകളും അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. രാഹുൽ, സഞ്ജു എന്നിവർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൺസുള്ള 3ാമത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ വെറ്ററൻ താരം ദിനേശ് കാർത്തിക്കാണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനായി ഫിനിഷറുടെ റോളിൽ മിന്നുകയാണ് അദ്ദേഹം. 7 മത്സരങ്ങളിൽ നിന്നും 2 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ 75.33 ശരാശരിയിൽ 205.45 സ്ട്രൈക്ക് റേറ്റിൽ DK 226 റൺസാണ് നേടിയിട്ടുള്ളത്. 4ാം സ്ഥാനം ഋഷഭ് പന്തിനാണ്. ഡൽഹി ക്യാപിറ്റൽസ് നായകൻ കൂടിയായ അദ്ദേഹം 7 മത്സരങ്ങളിൽ നിന്നും നേടിയത് 210 റൺസാണ്. ശരാശരി 35, സ്ട്രൈക്ക് റേറ്റ് 156.71 ആണ്. 2 അർദ്ധ സെഞ്ചുറികളാണ് ഋഷഭിന് ഇതിനകം നേടാനായത്. എന്തായാലും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സ്ഥാനത്തേക്ക് കടുത്ത മത്സരമാണ് ഇന്ത്യൻ ടീമിൽ വരാൻ പോകുന്നത്. ആരായിരിക്കും അവസാന റൗണ്ടിൽ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലേക്ക് കുതിച്ചു കയറുക എന്നത് കാത്തിരുന്ന് തന്നെ കാണാം.